പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയിൽ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് മഹത്വം കരയേറ്റുന്നു. നമ്മുടെ മുൻപിലുള്ള തടസ്സങ്ങളെ നമ്മുടെ ആത്മീക ഭൗതിക നന്മകൾക്കു നേരെ, അനുഗ്രഹങ്ങൾക്കു നേരെ വൻ പർവ്വതം പോലെ എഴുന്നേറ്റ് നിൽക്കുന്ന പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും നീക്കം ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ചലിക്കും. സഖരിയാവിന്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. അതിന് കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റി. പ്രൈസ് ദി ലോർഡ്. വളരെ സുപരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. മഹാപർവ്വതം, സെരുബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതം ആരെന്ന് ചോദിച്ച് അത് സമഭൂമിയായി തീരുമെന്ന് ദൈവം കാണിക്കുന്നൊരു ദർശനത്തെയാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. അതിന് തൊട്ടു മുൻപിലുള്ള വേദഭാഗം പഠിക്കുമ്പോൾ അവിടെ കാണുന്നത് സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട്: സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തു. അതേ പ്രിയമുള്ളവരെ, ഇന്ന് ഈ സന്ദേശത്തിന്റെ പ്രാരംഭ സമയങ്ങളിൽ തന്നെ ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുന്നു. നാളിതുവരെ ചില പ്രതിസന്ധികൾ, നാളിതുവരെ വഴിമാറാതെ നിന്ന വൻ പർവ്വതം പോലെ എഴുന്നേറ്റു നിന്ന, മുൻപോട്ട് വിടുകയില്ല എന്നും അനുഗ്രഹത്തിന് തടസ്സമായി, ആത്മീക നന്മകൾക്ക് തടസ്സമായി മുൻപിൽ നിന്ന മഹാപർവ്വതം പോലെ നിന്ന ചില പ്രതിസന്ധികളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു: എൻ്റെ മക്കളുടെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരാൻ പോകുന്നു. വിശ്വാസത്തോടെ എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവം ഇസ്രായേലിനോടുള്ള തന്റെ പദ്ധതിയെ അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതീക്ഷകളെ കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നും ഒരു അവസ്ഥയിൽ തന്നെ തുടരാൻ അനുവദിക്കാത്ത, എന്നും കഷ്ടതയും വേദനയും പ്രതിസന്ധിയും പ്രതികൂലങ്ങളും അതും മാത്രം കാണാൻ അനുവദിക്കുന്നവനല്ല നമ്മുടെ ദൈവം. അതിനെയും വഴിമാറ്റിവിട്ട് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി സന്തോഷത്തിന്റെ സുദിനങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുന്നവനാണ് ദൈവം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ അത് പുനഃസ്ഥാപിക്കാനുള്ള ദൈവിക പ്രതീക്ഷകൾ കൈമാറ്റം ചെയ്യുകയാണ്. അത് സെരുബാബേൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് അവിടെ പറയുകയാണ്. ബാബേൽ പ്രവാസത്തിൽ നിന്നും മടങ്ങി വരുന്ന ഒരു മനുഷ്യനാണ് ഈ സെരുബാബേൽ. അവിടുന്ന് വലിയൊരു ദൗത്യവുമായിട്ടാണ് ഈ മനുഷ്യൻ, അല്ലെങ്കിൽ ഈ ദൈവ മനുഷ്യൻ, അല്ലെങ്കിൽ ഈ നേതാവ് തിരിച്ചു വരുന്നത്. വലിയൊരു ദൗത്യം. എന്താണ് ആ ദൗത്യം? ദൈവ മന്ദിരം പുനഃസ്ഥാപിക്കാനുള്ള ദൗത്യവുമായിട്ടാണ് ഇയാൾ എന്ത് ചെയ്തത്? തിരിച്ചു വരുന്നത്. അപ്പോൾ ചില ദൗത്യവുമായിട്ട് ചില പട്ടണങ്ങളിൽ, ചില ദേശങ്ങളിൽ നമ്മെ ആക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അതിനെതിരെ മഹാപർവ്വതം പോലെ എഴുന്നേറ്റു വരുന്ന ചില പ്രതിസന്ധികളെ, ചില പ്രതികൂലങ്ങളെ നീക്കം ചെയ്യുമെന്നുള്ള ദൈവത്തിന്റെ മഹാനിയോഗങ്ങളും ദൈവശബ്ദങ്ങളും വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യും. ഇവിടെ പറയുന്നു, യെരൂശലേം മന്ദിരത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി നിയോഗിതനായി വലിയൊരു ദൗത്യമേറി വരുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ മഹാപർവ്വതം പോലെ പ്രതിസന്ധികൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആ പ്രതിസന്ധിയെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് അരുളപ്പാട് കൊടുക്കുന്നു: സെരുബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, ദൈവത്തിന് സ്തോത്രം. ഈ ദൈവശബ്ദം വചനഭാഗം കൈമാറുമ്പോൾ തന്നെ പ്രിയമുള്ളവരെ, വലിയ ദൗത്യവുമായി നിൽക്കുന്ന, ദൈവശബ്ദത്തിനനുസരിച്ച് മൂവ് ചെയ്യുന്ന, താങ്കളുടെ മുമ്പിൽ വലിയ പ്രതിസന്ധികൾ ഉയർത്തിക്കാണിച്ച്, പ്രതികൂലങ്ങൾ ഉയർത്തിക്കാണിച്ച് താങ്കൾ താളടിയായി പോകുമെന്ന്, ഇല്ലാതെയായി പോകുമെന്ന്, ഇനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ആവിഷ്കൃത
വെളിപ്പാടുകൾ, ദൈവവചനത്തിന്റെ ശക്തി താങ്കളുടെ മേൽ പകർന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു, അത് സമഭൂമിയായി തീരും. താങ്കൾ പേടിക്കാനുള്ളവനല്ല, താങ്കൾ പുറകോട്ട് നോക്കാനുള്ള വ്യക്തിയല്ല. ആമേൻ. താങ്കളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയെ നീക്കം ചെയ്യാൻ ആമേൻ സ്തോത്രം അവിടെ വായിക്കുന്നത് ഇങ്ങനെ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ അത്രേ. ദൈവത്തിന്റെ ആത്മാവിനാൽ അത് നീക്കം ചെയ്ത് അതിനെ വഴിമാറ്റി ദൈവപ്രവർത്തി ദൈവം വെളിപ്പെടുത്തുവാനിടയായി തീരും. മാത്രമല്ല, മഹാപർവ്വതമായി നിൽക്കുന്നത് നമുക്കറിയാം. വലിയൊരു മലയോ അങ്ങനെ സാദൃശ്യപ്പെടുത്തിയല്ല കാണുന്നത്, വലിയ തടസ്സങ്ങളെയാണ് അവിടെ കാണിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൗത്യത്തിന് മുൻപിലുള്ള ആമേൻ ആത്മീക അനുഗ്രഹങ്ങൾക്ക് മുൻപിലുള്ള വലിയ തടസ്സങ്ങളെ, അനുദിന ജീവിതത്തിൽ പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ, അനുദിന ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഏറി വരുമ്പോൾ ഒരു പക്ഷെങ്കിൽ നാം തളർന്നു പോകാൻ പതിവാണ്, നാം ക്ഷീണിച്ചു പോകുന്നത് പതിവാണ്. കാരണം അനുദിനവും കണ്ടുവരുന്നത് പ്രതിസന്ധികളാണ്. ദിവസേന കാണുന്ന പ്രതികൂലങ്ങളെ കണ്ട് മനം മടുത്തു പോകുന്ന ചില വ്യക്തികളെ നോക്കി ആമിഷ്ടം ദൈവത്തിന്റെ ആത്മ പറയുന്നു, ആ മഹാപർവ്വതം പോലെ എഴുന്നേറ്റ് വരുന്ന വിഷയങ്ങൾ താങ്കളുടെ മുമ്പിൽ സമഭൂമിയായി തീരുന്ന ദൈവപ്രവർത്തി വെളിപ്പെടുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എങ്ങനെയാണ് സമഭൂമിയായി തീരുന്നത്? അത് എങ്ങനെയാണെന്ന വാക്യത്തിൽ തന്നെ സക്കരിയാവിനോട് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാകുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ അത്രേ. അതെ, ദൈവത്തിന്റെ അതിശക്തിയായ ഇടപെടലുകൾ വെളിപ്പെടുമ്പോൾ ചില തടസ്സങ്ങൾ എത്ര വലിയ തടസ്സമായിക്കോട്ടെ, എത്ര വലിയ പ്രതികൂലങ്ങളായിക്കോട്ടെ, അത് സമഭൂമിയായി തീരും. അത് താങ്കളുടെ മുമ്പിൽ ഇനി എഴുന്നേറ്റ് വരാതെ വണ്ണം, താങ്കളുടെ മുമ്പിൽ ഒരു പ്രതികൂലമായി നിൽക്കാതെ വണ്ണം അത് വഴിമാറുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. താങ്കളെ ദൈവമേൽപ്പിച്ച നിയോഗത്തിലേക്ക് എത്തിക്കാതെ വണ്ണം, ദൗത്യത്തിലേക്ക് എത്തിക്കാതെ വണ്ണം, ചില എഴുന്നേൽപ്പുകളെ തടയുന്ന, ചില ആത്മീക അനുഗ്രഹങ്ങളെ തടയുന്ന, ശുശ്രൂഷകളെ തടയുന്ന, ദൈവപ്രവർത്തിയെ തടയുന്ന ചില മഹാപർവ്വതം പോലെ നിൽക്കുന്ന ചില പ്രതിസന്ധികളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. അത് സമഭൂമിയായി തീരും. ആരാ ഭയപ്പെടുന്നത്? ഇനി ഞാൻ എന്തു ചെയ്യുമെന്ന് പറയുന്നത് ആരാണ്? ആ വ്യക്തികളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, താങ്കൾ പേടിച്ച് ഭയപ്പെട്ട് പുറകോട്ടു പോകാനുള്ള ഒരു വ്യക്തിയല്ല, മറിച്ച് ആമേൻ താങ്കളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികളെ സമഭൂമിയാക്കി താങ്കളുടെ വഴിയെ തെളിച്ചു തരുന്നൊരു ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വായിക്കുന്നു, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതം നീയാണ്. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിലുള്ള മഹാപർവ്വതം പോലെ എഴുന്നേറ്റിരിക്കുന്ന ചില പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു, നീ ആർ? ദൗത്യമുള്ളവന്റെ നേരെ, നിയോഗമുള്ളവന്റെ നേരെ നിൽക്കാൻ നീ ആരെന്ന് ചോദിക്കുന്നു. എന്നിട്ട് അതിനുള്ള മറുപടിയും, നീ സമഭൂമിയായി തീരും. നീ ഏറിയ കാലം ആമേഷ്ടോത്ര എന്റെ തലമുറകളുടെ മുമ്പിൽ, എന്റെ മക്കളുടെ മുമ്പിൽ പ്രതികൂലമായി എഴുന്നേറ്റ് നിൽക്കത്തിൽ നിന്നെ വഴിമാറ്റി എൻ്റെ മക്കളുടെ, എൻ്റെ ദാസന്മാരുടെ നിയോഗങ്ങളിലേക്ക് ഞാൻ എത്തിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എങ്ങനെ? സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്കൊന്ന് എഴുന്നേൽക്കാം. ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്കൊന്ന് മുൻപോട്ട് പോകാം. എന്നോട് ചേർന്ന് ഭവനങ്ങളെ നോക്കി, ആമേശ്രോത്രം ദൗത്യങ്ങളെ നോക്കി, നിയോഗങ്ങളെ നോക്കി, ദൈവം തന്ന വാഗ്ദത്തങ്ങളെ നോക്കി, പ്രവചന ശബ്ദങ്ങളെ നോക്കി പറ, ഇന്നലെ വരെ എഴുന്നേറ്റ് നിന്ന മഹാപർവ്വതം പോലെ നിന്ന ഈ പ്രതിസന്ധി സമഭൂമിയാകാൻ പോകുന്നു. ദൈവം എനിക്ക് വേണ്ടി, എൻ്റെ തലമുറകൾക്ക് വേണ്ടി, എന്നിലേൽപ്പിച്ച ദൗത്യത്തിന് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടും. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ കർത്തൃ സന്നിധിയിൽ നമുക്ക് മുൻപോട്ട് പോകാം. കർത്തൃ വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.